സോ വെൽക്കം ബാക്ക്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കണ്ടു കഴിഞ്ഞിട്ട് വേണം പാർട്ട് 2 പഠിക്കാനായിട്ട്. സോ നമ്മൾ മാസ്ക് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സോ ഇതിനകത്ത് വരുന്നതാണ് റെസ്പിറേറ്റേഴ്സ് N95. N95 ആണ് നമ്മൾ കൂടുതലും ഹോസ്പിറ്റലിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് മാസ്ക്. അപ്പാർട്ട് ഫ്രം ദ ത്രീ പ്ലൈ മാസ്ക് അല്ലാതെ കാണുന്നതാണ് N95ൻ്റെ മാസ്ക്. സോ ഓക്കെ, റെസ്പിറേറ്റർ എന്ന ഡിവൈസാണ് എയർബോൺ മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള മൈക്രോബാക്ടീരിയം, ട്യൂബർകുലോസിസ് മുതലായ അസുഖങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. വേറെ ഒരുപാട് കോമൺ ആയിട്ട് റെസ്പിറേറ്റേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ ഒരു മാസ്ക് ധരിക്കുമ്പം എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ്? മേ ബി ലിസ്റ്റ് ഡൗൺ ആയിട്ട് ചോദിക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ സ്ട്രാപ്പ് ടൈസിനെ പുള്ളി ചെയ്യണം, എന്നിട്ട് മാസ്ക് പുള്ളി ചെയ്യണം ടു ബിലോ ചിൻ ആൻഡ് ദെൻ അപ്ലൈ നോട്ട്, മീൻസ് ബാക്കിൽ കെട്ടുന്നത്. അപ്പം ആദ്യം സ്ട്രാപ്പ് ടൈറ്റ് പുള്ളി ചെയ്യണം, ദെൻ പുൾ ദ മാസ്ക് ടു ബിലോ ദ ചിൻ ആൻഡ് ദെൻ പിന്നെ കെട്ടണം. ദെൻ നെയ്സൽ ബ്രിഡ്ജിൻ്റെ അവിടെ വെച്ച് പ്രസ് ചെയ്യണം ആൻഡ് N95 പ്രോപ്പറായിട്ട് ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം ആദ്യം സ്ട്രാപ്പ് ടൈ ആണോ നോക്കണം, ദെൻ പുൾ ദ മാസ്ക് ബിലോ ദ ചിൻ. അപ്പം പുൾ ദ സ്ട്രാപ്പ് ടൈറ്റ്ലി, പുൾ ദ മാസ്ക് ടു ബിലോ ദ ചിന്ന്. ഓക്കെ, അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ബിലോ ദ ചിന്ന് ആൻഡ് ദെൻ പ്രസ് ദ നെയ്സൽ ബ്രിഡ്ജ്. ആ ഒരു പാർട്ട് പ്രസ് ചെയ്യുക. ദെൻ N95 റെസ്പിറേറ്റേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരിക്കലും പോയി ആ ഫ്രണ്ട് പാർട്ട് ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് ഓൾസോ അൺടൈ ചെയ്യുന്ന സമയത്ത്, ഇതാണ് ഡോണിങ് എങ്കിൽ തിരിച്ച് ഊരുന്ന സമയത്ത് ഡോഫിങ്ങിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ഫ്രണ്ട് പാർട്ട് തൊടാനായിട്ട് പാടില്ല. ഇനി താഴത്തെ പാർട്ട് ലോവർ നോട്ട് വേണം ആദ്യം റിമൂവ് ചെയ്യാനുള്ളത്, എന്നിട്ട് വേണം അപ്പർ നോട്ട് റിമൂവ് ചെയ്യാൻ. ലോവർ നോട്ട് റിമൂവ് ചെയ്യണം, അപ്പർ നോട്ട് റിമൂവ് ചെയ്യണം. ദെൻ അതിനുശേഷം എന്ത് ചെയ്യാനുള്ളത്? ഹാൻഡ് വാഷിങ് ചെയ്യാനുള്ളത്. ക്ലിയർ അല്ലേ? So pull the strap tight, then താഴത്തെ ചിന്നിലോട്ട് പുള്ളി ചെയ്യുക. പുൾ ദ സ്ട്രാപ്പ് ടൈറ്റ്, ദെൻ പുൾ ടു ഡൗൺവേർഡ്സ് ചിൻ, ദെൻ നെയ്സൽ ബ്രിഡ്ജ് പ്രോപ്പർ ആക്കുക. ദെൻ ബാക്കിൽ നോട്ട് ഇടുക. ഊരുന്ന സമയത്ത് താഴത്തെ വേണം ആദ്യം റിമൂവ് ചെയ്യാൻ, പിന്നെ വേണം മേളിലത്തെ റിമൂവ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് N95 എന്ന പേര് കിട്ടിയത്? N95 എന്ന് പറയുന്നത് N95 നോട്ട് റെസിസ്റ്റ് ഓയിലിനോട് റെസിസ്റ്റ് ചെയ്യില്ല, ആൻഡ് എബിലിറ്റി ടു റെസിസ്റ്റ് 95% ഓഫ് ദ എയർബോൺ പാർട്ടിക്കിൾ. 95% എയർബോൺ പാർട്ടിക്കിൾസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ ഇതിൻ്റെ കമ്പോസിഷൻ ടോട്ടൽ 4 ലെയറാണ് ഉള്ളത്. അതിൽ ഔട്ടറും ഇന്നർ ലെയറും സ്പൺ ബോണ്ട് പോളി പ്രൊപ്പിലീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മിഡിലായിട്ടുള്ള 2 ലെയർ സെല്ലുലോസും പോളിസ്റ്റർ മെൽറ്റ് ബ്ലൗൺ പോളിപ്രൊപ്പലീൻ ഫിൽറ്റേഴ്സും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സ്പൺ ബോണ്ട് പോളിപ്രൊപ്പലീനും സെല്ലുലോസ് അഥവാ പോളിസ്ട്രീൻ മെൽറ്റ് ബ്ലൗൺ പോളിപ്രൊപ്പലീൻ ഫിൽറ്റേഴ്സ്. റിമൂവ് ചെയ്യേണ്ടത് 8 മണിക്കൂറിന് ശേഷം റിമൂവ് ചെയ്യണം. സിംഗിൾ യൂസ് വേണ്ടി മാത്രം ഉള്ളതാണ്. ആൻഡ് ഷുഡ് നോട്ട് റീയൂസ് ഇറ്റ് ആസ് ഇറ്റ് കനോട്ട് ബി ക്ലീൻഡ് ഓർ ഡിസിൻഫെക്റ്റഡ്. ക്ലീൻ ചെയ്യാനോ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അടുത്ത ഫിറ്റ് ചെക്കിങ്. നമ്മുടെ ഫേസ്, ചീക്ക് എല്ലാം പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. പോസിറ്റീവ് പ്രഷർ സീലാണെങ്കിൽ ഓഫ് ദ റെസ്പിറേറ്റർ ഇസ് ചെക്ക്ഡ് ബൈ ജെന്റ്ലി എക്സെയിലിംഗ്. ജെന്റ്ലി ഒന്ന് എക്സെയിൽ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പോസിറ്റീവ് പ്രഷർ മനസ്സിലാവും. ഇനി ജസ്റ്റ് ഒന്ന് ഇൻഹെയിൽ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നെഗറ്റീവ് പ്രഷർ സീൽ മനസ്സിലാവും. സോ പോസിറ്റീവ് പ്രഷർ സീല് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സെയിൽ ചെയ്ത് നോക്കുക. നെഗറ്റീവ് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻഹെയിൽ ചെയ്ത് നോക്കണം. ഓക്കെ, ഫിറ്റ് ടെസ്റ്റിംഗ്.
ഓരോ ഇൻഡിവിജ്വലിനും ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് സൈസിലും സ്റ്റൈലിലും ഉള്ള N95 റെസ്പിറേറ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പ്രോപ്പറായിട്ടാണ് ഡോൺ ചെയ്യുന്നതെന്നും ഡോഫിങ് ചെയ്യുന്നതെന്നും ആണോ എന്ന് ചെക്ക് ചെയ്യാനും കൂടിയാണ്. ദെൻ പ്രൊട്ടക്റ്റീവ് ബോഡി ക്ലോത്തിങ് വരുമ്പോഴത്തേക്കും ലബോറട്ടറി കോട്ട്സ് വരും. ലബോറട്ടറിയിലെ കോട്ട്, പ്ലാസ്റ്റിക് ഏപ്രൺസ്, ഡിസ്പോസിബിൾ ഗൗണ്, ദെൻ നാലാമത്തത് കവറോൾ, ഫുൾ ബോഡി കവർ ചെയ്യും. സോ ലബോറട്ടറി കോട്ടുണ്ട്, ലബോറട്ടറി കോട്ട്, പ്ലാസ്റ്റിക് ഏപ്രൺ, ഡിസ്പോസിബിൾ ഗൗണ്, ഓവറോള്. അപ്പം ഈ ലബോറട്ടറി കോട്ട് എന്ന് പറയുന്ന ലബോറട്ടറി സ്റ്റാഫുകൾ ബ്ലഡ് പ്രോഡക്റ്റുമായിട്ട് കോണ്ടാക്ട് ആവാതിരിക്കാൻ വെയർ ചെയ്യുന്നതാണ്. പക്ഷെ കംപ്ലീറ്റ്ലി ഫ്ലൂയിഡ് റെസിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്ലാസ്റ്റിക് ഏപ്രൺ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും ഒക്കെ അത് തമ്മിൽ കണ്ടാമിനേഷൻ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ സിംഗിൾ യൂസ് ആണ്, അതിനുശേഷം നമ്മളങ്ങ് ഡിസ്പോസ് ചെയ്യാറുണ്ട്. ഡിസ്പോസിബിൾ ഗൗൺ എന്ന് പറയുന്നത് ലോങ് സ്ലീവ്ഡ് ആണ്, ഫ്ലൂയിഡ് റെസിസ്റ്റൻ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് മോഡറേറ്റ്ലി റിസ്ക് കുറയ്ക്കാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. കവറോളെന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്യുക ചെയ്യുന്നത് ഗൗണൊക്കെ പോലെ. അപ്പം ലിസ്റ്റ് ഔട്ട് ചോദിക്കുന്നെങ്കിൽ പറയാനുള്ള ഏതൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് ബോഡി കവറിങ് ആണെങ്കിൽ ലബോറട്ടറിയിൽ കോട്ടിൻ്റെ കാര്യം പറയണം. ദെൻ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗൗണുണ്ട്, പ്ലാസ്റ്റിക് ആയിട്ടുള്ള കോട്ടുണ്ട്, ഏപ്രണുണ്ട്, ദെൻ കവറോള്. ഈ 4 ഉള്ളത്. അതിന് ഐ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഐസ്, നോസ്, മൗത്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. ദെൻ ഷൂ കവർ എന്ന് പറയുന്നത് ഹെഡ് കവർ ഓർ ക്യാപ്പ് ഉണ്ട്. ഹെഡ് കവർ, ക്യാപ്പ് ഇതൊക്കെ മേജറായിട്ടുള്ള കാർഡിയക് സർജറീസിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിനോട് ഇത് വെയർ ചെയ്യാൻ പറയാറുണ്ട്. കാരണം ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെയാണ്. ദെൻ ഡോണിങ്, ഡോർഫിങ്. ഡോണിങ് എന്ന് വെച്ചാൽ നമ്മൾ PPE ഇടുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെങ്കിൽ, ഡോർഫിങ് എന്ന് വെച്ചാൽ PPE ഊരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്. ഇടുന്നത് ഡോണിങ്ങും ഊരുന്നത് ഡോർഫിങ്ങും ആണ്. ഡൗട്ടില്ലല്ലോ. ഇനി ഡോണിങ് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടി വെയർ ചെയ്യുന്നു. മീൻസ് രണ്ടും ഡോണിങ് ആണെങ്കിൽ ഡോർഫിങ് ആണെങ്കിൽ ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് 2 ടൈപ്പ് ഓഫ് PPE ആണ്. PPEയുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ PPEയിൽ എന്തൊക്കെ വരുന്നു എന്നത് ഒരുപാടുണ്ടോ. ക്ലാസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലും ഉണ്ട്, എക്സ്റ്റെൻഡഡും ഉണ്ട്. എസെൻഷ്യൽ എന്ന് വെച്ചാൽ എസെൻഷ്യൽ ആയിട്ടുള്ള PPE മാത്രമേ ഉപയോഗിക്കുള്ളൂ. എസെൻഷ്യൽ PPE എന്ന് പറയുമ്പം ഗൗണ്, ഗ്ലൗസ്, മാസ്ക്, ക്യാപ്പ്. ഇത് ബേസിക് കാര്യമാണ്, വേണം, മസ്റ്റാണ്. എക്സ്റ്റെൻഡഡ് എന്ന് പറയുമ്പം 2 ഗ്ലൗസ്, ഗൗണ്, മാസ്ക്, ക്യാപ്പ്, ഗൂഗിൾസ്, ഫേസ് ഷീൽഡ് എല്ലാം ഉപയോഗിക്കും. ഷൂ കവറ്. ഈ എസെൻഷ്യലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് അങ്ങനെയൊക്കെയാണ്. വേറെ എക്സ്റ്റെൻഡഡ് നല്ല എമർജൻസി ആയിട്ടുള്ള ഡെത്തിലോട്ട് പോകാൻ ചാൻസ് ഉള്ള എബോള അതൊക്കെ വന്നപ്പോഴാണ് ഉപയോഗിച്ചത്. ഡോണിങ്ങും ഡോഫിങ്ങും പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ചെയ്യാം. ഓക്കെ, ഡോണിങ്ങും ഡോഫിങ്ങും. പിന്നെ നമുക്ക് സെഗ്രിഗേഷൻ ഉണ്ട്. യെല്ലോ ബാഗിനകത്ത് ഉണ്ട്, റെഡ് ബാഗ് ഉണ്ട്. യെല്ലോ ബാഗിനകത്ത് നമ്മൾ ഗ്ലൗസ് ഇടാറുണ്ട്. റെഡിനകത്ത് എന്തിടാം? നമുക്ക് ഈ കവർ ചെയ്യുമല്ലോ, കവർ ചെയ്യുന്ന അത് ഇടാം. ഫേസ് ഷീൽഡാണ്, ഫേസ് ഷീൽഡ് ഇടും, ഗൂഗിൾസ് ഇടും. ദെൻ ഇവിടെയാണെങ്കിൽ മാസ്ക് ഇടാം. യെല്ലോയ്ക്കാണെങ്കിൽ മാസ്ക് ഇടാം, ഗൗൺ ഇടാം, കവറോൾ ഇടാം. ഫൈൻ. അടുത്തത് നമുക്ക് ട്രാൻസ്മിഷൻ തടയാൻ വേണ്ടിയുള്ളതാണ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻ.
ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻ കോൾഡ് TBP ഇതിന് നമ്മൾ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആർ അറ്റ് ദ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് കോണ്ടാക്ട് പ്രിക്കോഷൻ ഉണ്ട്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ ഉണ്ട്, എയർബോൺ പ്രിക്കോഷൻ ഉണ്ട്. കോണ്ടാക്ട്, എയർബോൺ, ഡ്രോപ്ലെറ്റ്. ഒന്നാമത്തെയാണ് കോണ്ടാക്ട് പ്രിക്കോഷൻ. It is definitive or suspected certain infectious agent that are by direct or indirect contact. ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാം. മീൻസ് കോണ്ടാക്റ്റിന് അത് ഡയറക്റ്റ് വരാം, ഇൻഡയറക്റ്റ് വരാം. ഡയറക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും പോയി തൊടുന്നത്, അതുമായിട്ട് കോണ്ടാക്റ്റ് ആവുന്നതൊക്കെ. വേറെ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനകത്ത് പേഷ്യൻ്റ് ഉപയോഗിച്ച ക്ലോത്ത്സുമായിട്ട് കോണ്ടാക്റ്റ് ആവുന്നത്, എൻവയൺമെൻറ്റൽ സർഫസ്, പിന്നെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. ഇനി ഏജൻസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്റ്റ്. ഒന്നാമത്തെയാണ് MRSA, മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ്. ദെൻ CRE, കാർബപ്പിനം റെസിസ്റ്റൻറ്റ് എൻഡറോബാക്ടീരിയസി ഉണ്ട്. ദെൻ VRE, വാൻകോമൈസിൻ റെസിസ്റ്റൻറ്റ് എൻഡറോകോക്കയുണ്ട്. സോ എന്തൊക്കെയായിരുന്നു? MRSA, മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, CRE, കാർബപ്പിനം റെസിസ്റ്റൻറ്റ് എൻഡറോബാക്ടീരിയസിയെ, VRE, വാൻകോമൈസിൻ റെസിസ്റ്റൻറ്റ് എൻഡറോകോക്കൈ, MDR, നോൺ ഫെർമെൻറ്റേറ്റിംഗ് ഗ്രാം നെഗറ്റീവ് ബാസിലൈ സച്ചസ് നമ്മുടെ മോണാസ് ഒക്കെ വരും. പിന്നെ കൺജങ്ക്റ്റിവൈറ്റിസ് കോസ് ചെയ്യുന്ന ഏജൻസ് ആയിട്ടുള്ള അഡിനോ വൈറസ്, ഗോങ്കോകോക്കസ്, ക്ലമൈഡിയ, ഇതൊക്കെ വരുന്നുണ്ട്. ദെൻ ഡയറി കോസ് ചെയ്യുന്ന ഏജന്റാണ് റൊട്ട വൈറസ്, കോളറ, ക്ലോസ്ട്രീഡിയോയിഡ്സ് ഡിഫിസിലൊക്കെ. ഇനി ഇൻഫെക്ഷൻ കൺട്രോൾ കോണ്ടാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം? ഹാൻഡ് ഹൈജീൻ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ മതി, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഇക്വിപ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ മതി. ദെൻ പേഷ്യൻ്റ് പ്ലേസ്മെൻറ്റ്, എക്യുപ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം, ഡ്രൈ ആകാനായിട്ട് അലോ ചെയ്യണം. ഓക്കെ, പേഷ്യൻ്റ് പ്ലേസ്മെൻറ്റ് നമ്മൾ പേഷ്യൻ്റ് പ്ലേസ്മെൻറ്റിനകത്ത് പല ടൈപ്പ് ഉണ്ട്. ഒന്നുകിൽ നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഓരോ റൂമിൻ്റെ അടുത്ത് ബാത്റൂം ഫിക്സ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപോലത്തെ അസുഖമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് റൂം കൊടുക്കും. ആൻഡ് വലിയ സ്പേസിനകത്താണ് കുറച്ച് ഓപ്പോസിറ്റായിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും കിടത്തുന്നത്. ഓക്കെ, ഓരോ ആളുകളും 3 ഫീറ്റ് ഡിസ്റ്റൻസിലായിരിക്കണം ഉണ്ടാവേണ്ടത്. 3 ഫീറ്റ് ഡിസ്റ്റൻസേ പാടാവുള്ളൂ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻ്റ് എന്ന് വെച്ചാൽ പേഷ്യൻ്റ് മൂവ്മെൻറ്റ് ഷുഡ് ബി ലിമിറ്റഡ് ഓൺലി ടു മെഡിക്കലി നെസസറി പേർപ്പസസ്. ഇനി പേഷ്യൻറ്റ് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് വെയർ ചെയ്യണം. ദെൻ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് ദ റൂം, പേഷ്യൻ്റ് റൂം നമ്മൾ ഫ്രീക്വൻ്റ്ലി ക്ലീൻ ചെയ്യുകയും ഡിസ്ഇൻഫെക്റ്റൻ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ്ലീസ്റ്റ് ഡെയിലി, അല്ലാന്നുണ്ടെങ്കിൽ ബിഫോർ യൂസ് ബൈ അനദർ പേഷ്യൻ്റ്, മറ്റൊരു പേഷ്യൻ്റ് വരുന്നതിന് മുമ്പെങ്കിലും ക്ലീൻ ചെയ്തിരിക്കണം, മസ്റ്റാണ്. അടുത്തതാണ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ. പക്ഷേ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ നമുക്ക് മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ ഉള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ ഐ ഹോപ്പ് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. See you in the next video. Thank you. Always be happy and at the same time be healthy, okay?